പേജ് നമ്പർ 28 ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം ഇതാണ്: ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ലഘുരൂപം കണക്കാക്കുക. സ്മോളസ്റ്റ് ഫോമിലേക്ക് ഇതിനെ മാറ്റണം. 32/64, 27/81 തുടങ്ങിയ ഈ 5 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്കിതിനെ മാറ്റി ഏറ്റവും ലഘുരൂപമായിട്ട് ഏറ്റവും ചെറുതാക്കുക, സിംപ്ലസ്റ്റ് ഫോമാക്കി മാറ്റുക എന്നൊക്കെ പറയാം. ഈ 32/64 സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എത്തിക്കുന്നതിനാണ് സിംപ്ലസ്റ്റ് ഫോം ആക്കുക എന്ന് പറയുന്നത്. ചെയ്ത് നോക്കാം. ഇവിടെ 32/64 എന്ന നമ്പറിനെ നമ്മൾ ഈ രണ്ട് നമ്പറിനെയും ഒരേപോലെയുള്ള സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ഫോം ലഭിക്കും. അങ്ങനെ മാക്സിമം എത്ര വരെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാവോ അങ്ങനെ അവസാനം എത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇവിടെ 32ഉം 64ഉം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കി. രണ്ടും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. എല്ലാ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടീച്ചർ ഇവിടെ സൈഡിൽ ചെയ്ത് കാണിക്കാം. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2s are 2, റിമൈൻഡർ 1, 12 എന്ന് പറയും. 12ൽ 2 6 ടൈംസ്. അപ്പോൾ 32 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 16 വരും. അതുപോലെ 64 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 64 ഡിവൈഡഡ് ബൈ 2, 6ൽ 2 3 ടൈംസ്, 3 2s are 6 വരും. പിന്നെ 4 ഇറക്കി എഴുതി. 4ൽ 2 ടൈംസ്, 2 2s are 4 വരും. റിമൈൻഡർ 0. സോ 64/2 എന്ന് വെച്ചാൽ 32 എന്ന് വരും. ഓക്കെ, വീണ്ടും നമ്മൾ 16ൻ്റെ രണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണെന്നറിയാം. 32 ഡിവൈഡഡ് ബൈ 2 നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കിട്ടി 16. അപ്പോൾ നമുക്ക് 16 എഴുതാമല്ലോ. എഗെയിൻ നമ്മൾ ഈ രണ്ട് ടേമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അവിടെ ആൻസർ എന്ത് വരും? 4. ഇവിടെ 16 ഡിവൈഡ് ബൈ 2 8 എന്ന് വരും. വീണ്ടും നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ഡിവൈഡ് ബൈ 2 2 വരും. 8 ഡിവൈഡ് ബൈ 2 4 വരും. ഇനി നോക്കാം, നമുക്ക് ഫൈനലി കിട്ടിയത് 2/4. അതിനെയും ചെറുതാക്കാൻ രണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 2 1 വരും. 4 ഡിവൈഡ് ബൈ 2 2 വരും. സോ ആൻസർ ഈസ് 1/2. ഇത് തന്നെ ടീച്ചർ ഒരു മാർഗ്ഗത്തോടെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഡിവിഷൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് എഴുതുക എന്നർത്ഥം കേട്ടോ. 32ൻ്റെ പകുതി എഴുതണം. 32ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 30ൻ്റെ പകുതി എത്ര? 32ൻ്റെ ഹാഫ് കണ്ടുപിടിക്കാനുള്ള മാർഗം 32നെ 30 2 എന്നാക്കുക. 30ൻ്റെ ഹാഫ് എത്രയാണ്? 15. 2ൻ്റെ ഹാഫ് എത്രയാണ്? 1. 15 1 16 32ൻ്റെ പകുതി. ഹാഫ് എഴുതിയാൽ മതി. ഇനി 64ൻ്റെ പകുതി, 6ൻ്റെ പകുതി എത്രയാണ്? 3. 4ൻ്റെ പകുതി 2. അങ്ങനെ എഴുതിയാലും മതി. 16ൻ്റെ പകുതി 8. 32ൻ്റെ പകുതി നമ്മൾ എഴുതിയല്ലോ, എത്രയായിരുന്നു? 16. വീണ്ടും 8ൻ്റെ പകുതി 4. 16ൻ്റെ പകുതി 8. വീണ്ടും പകുതി എഴുതിയാൽ 2. 8ൻ്റെ പകുതി 4. വീണ്ടും പകുതി എഴുതിയാൽ 1/2. കണ്ടോ? അങ്ങനെ ഹാഫ് എന്ന് ചിന്തിച്ചുകൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് 27/81 ആണ്. ഇത് പകുതി ആക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഓഡ് നമ്പറാണല്ലോ, നമുക്കിത് പകുതിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഓഡ് നമ്പർ ഏത് സാഹചര്യത്തിലാണേലും ഓഡ് നമ്പേഴ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. സോ ഈ 2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട നമ്പർ 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റുമോ എന്നറിയാനുള്ള എളുപ്പമാർഗ്ഗം ഈ 27 എന്ന നമ്പറിൻ്റെ ഡിജിറ്റൽ സം എടുക്കുക. അതായത് 2 + 7 എത്രയാണ്? 9. 9 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണോ, അല്ലെങ്കിൽ ഈ 9 ഈസ് ഇൻ ടേബിൾ ഓഫ് 3. 3യുടെ ടേബിളിൽ 9 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്. അതുപോലെ 81 എന്ന് പറയുന്ന നമ്പറും ഡിജിറ്റൽ സം എടുത്തു. 81 എന്ന് വെച്ചാൽ 8 + 1 ദാറ്റ്സ് ഓൾസോ 9 ആണ്. 9 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതുകൊണ്ട് 81ഉം ഡിവിസിബിൾ ബൈ 3 ആണ്. ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം. 27നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3യുടെ ടേബിൾ വരുന്നു. 3 9s are 27. അപ്പോൾ ആൻസർ 9 കിട്ടുന്നു. 81നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8ൽ 3 2 times 2 3s are 6 വരും. റിമൈൻഡർ 2 21നകത്ത് 7 times 7 3s are 21. നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം കേട്ടോ. അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടു കേട്ടോ. ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാതെ നമ്മൾക്ക് മാത്സ് ഈസി ആവില്ല കേട്ടോ പിള്ളേരെ. വീണ്ടും 9ഉം 21ഉം ഇത് 2 കൊണ്ട് പകുതിയാക്കാൻ പറ്റില്ല. 2ൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ സോ 3യുടെ ടേബിളിലുണ്ടെന്ന് പറഞ്ഞാൽ 2ഉം 9 3യുടെ ടേബിളിലുണ്ട് 21ഉം ഉണ്ട് അല്ലേ. 7 3s are. അപ്പോൾ നമുക്കിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3s are 9 വരും. 7 3s are 21 വരും. ഇനി നമ്മളിത് രണ്ട് സെയിം ടേബിളിലുണ്ടോ? ഇല്ല. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 27/81ൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഘുരൂപം എന്ന് പറയുന്നത് 3/7 ആണ്. അടുത്തത് 30/45 ഇതിൽ 30ൻ്റെ പകുതി നമുക്ക് എഴുതാം. പക്ഷേ 45ൻ്റെ ഹാഫ് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഒരെണ്ണം ഈവനും ഒരെണ്ണം ഓടുവാണ്. അപ്പോൾ 2 കൊണ്ട് ഇത് പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ 3 കൊണ്ട് നമ്മൾ നോക്കാൻ പോവാം. 3 കൊണ്ട് നോക്കുമ്പോൾ 3യുടെ ടേബിളിൽ വരുമല്ലോ. 10 3s are 30. 45 ആണെങ്കിലോ 3യുടെ ടേബിളിൽ ഉണ്ടോ എന്നറിയാം. 4 + 5 നമ്മൾ ആഡ് ചെയ്തു. 5 4 9 അത് 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്കിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30/3 10 വരും. 45/3 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 3s are 3. 15നകത്ത് 5 അല്ലേ, 15 വരും. വീണ്ടും നോക്കുക, ഇത് 2ൻ്റെ ടേബിളിൽ ഹാഫ് എഴുതാൻ പറ്റില്ല. 15ൻ്റെ 3യുടെ ടേബിളിൽ 10 വരില്ല. ഇത് വരും പക്ഷെ വരില്ല. അപ്പോൾ രണ്ടിടത്തും പറ്റുന്നവരെ എടുക്കണം. അപ്പോൾ എന്താണ് ഇവിടെ? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല. ഇനി 4ൻ്റെ ടേബിൾ പറ്റില്ല. 5ൻ്റെ ടേബിൾ പോസിബിൾ ആണല്ലേ. 5ൻ്റെ ടേബിളിൽ 10 ഉണ്ട്, 5ൻ്റെ ടേബിളിൽ 15 ഉണ്ട്. സോ 10/5 5 2s are 10. 10/15/5 എന്ന് വെച്ചാൽ 5 3s are 15. സോ ദ സിംപ്ലസ്റ്റ് ഫോം 2/3 ആണ്. ലഘുരൂപം 2/3. അടുത്ത ക്വസ്റ്റ്യൻ 12/21 ആണ്. ഇവിടെയും 2 കൊണ്ട് പറ്റില്ലെന്ന് മനസ്സിലായി. കാരണം 12ന് 2 കൊണ്ട് പറ്റും, പക്ഷേ 21ന് പറ്റില്ല. അപ്പോൾ നമ്മൾ 3 കൊണ്ട് നോക്കി. അപ്പോൾ 12 3യുടെ ടേബിളിലുണ്ട്, 21 ടേബിളിലുണ്ട്. സോ 12/3 21/3. 12/3 എത്രയാണ്? 4 3s are 12. 7 3s are 21. സോ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 12/21 എന്ന് പറയുന്നത് 4/7 ആണ്. ഇവിടെ അതേ സെയിം സിറ്റുവേഷനാണ്. 2 കൊണ്ട് നോക്കി പറ്റില്ല. ഇനി നമുക്ക് 3 കൊണ്ട് നോക്കാൻ നോക്കി. 4 + 5ഉം 5 + 4ഉം എത്ര നോക്കി. 4 + 5 9 ആണ്. 9 3യുടെ ടേബിളിലുണ്ട്. 5 + 4 9 ആണ്. 9 3യുടെ ടേബിളിലുണ്ട്. സോ ഈ രണ്ട് നമ്പറും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി 45നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിരുന്നു. 1 3s are 3. റിമൈൻഡർ 1 15നകത്ത് 5 times. സോ 15 വരും. 54നെ നമുക്ക് ചെയ്യാം. 54നെ 3 കൊണ്ട് ചെയ്താൽ 1 3s are 3. റിമൈൻഡർ 2 24നകത്ത് 8 3s are 24. ഇവിടെ വരുന്നത് 18. എഗെയിൻ 18 and 15 ഇൻ ദ ടേബിൾ ഓഫ് 3 ആണ്. സോ നമുക്കതിനെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 15/3 എന്ന് വെച്ചാൽ 5 3s are 15. 6 3s are 18. സോ ആൻസർ ഈസ് 5/6. ഓക്കെ, അപ്പോൾ എല്ലാ 5 ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ ചെയ്ത് നോക്കി ഇത് തന്നെ റിപ്പീറ്റ് കുറേ പ്രാവശ്യം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവും കേട്ടോ.